ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മട്ടൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഈസി ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു മട്ടൻ മന്തിയാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ ഫുജൈറയിൽ നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയാണ്. വില്ലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ്. കുറേ മുരിങ്ങയ്ക്കായും അതുപോലെ കൃഷികളൊക്കെയുള്ള ഒരു വീടാണിത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ മട്ടൺ എടുത്തിട്ടുണ്ട്. ഒരു 3.5 കിലോയോളം മട്ടനാണുള്ളത്. വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 2 സവാളയും ഒരു വലിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നീട് ഈ ഇഞ്ചിയൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഈ ഒരു മട്ടനിലേക്ക് വെന്ത് ചേർന്നോളും. ഇതിലേക്ക് മല്ലിയും കുരുമുളകും ഏലക്കയും കറുകപ്പട്ടയാണ് ചേർക്കുന്നത്. മല്ലി ഒരു 2.5 ടേബിൾ സ്പൂണും കുരുമുളക് ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മന്തി മസാലയാണ് ചേർക്കുന്നത്. ഈ ഒരു മസാല നമുക്ക് പുറത്തുനിന്ന് വാങ്ങാൻ കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇതിലേക്ക് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചേർത്ത് വേവിക്കാൻ വേണ്ടി വെക്കാം. മട്ടൻ ആയതുകൊണ്ടും പിന്നെ ഒരുപാട് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടും കുറച്ച് അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിൽ കേൾപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. മട്ടൻ വേവാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ വില്ല ആയതുകൊണ്ട് തന്നെ നല്ലപോലെ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വിളഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ വാഴയും പപ്പായയും ഒക്കെ ഉണ്ട് ഇവിടെ. ദേ കാണുന്നത് കറിവേപ്പാണ്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഞാൻ ഇവിടുന്നാണ് കൊണ്ടുപോകുന്നത്. മട്ടൻ വേവുന്ന സമയത്ത് ഇതിലേക്കുള്ള റൈസ് വേവിക്കാനായിട്ട് കുറച്ചധികം വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കറുകപ്പട്ടയും ഏലക്കയും കുറച്ച് മാത്രം കുരുമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്രാമ്പൂവും ചേർത്തിട്ട് ഇതിന് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഉണക്ക നാരങ്ങ ചേർക്കുന്നുണ്ട്. ഈ നാരങ്ങ ഒന്ന് പൊട്ടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും മട്ടൻ ഉള്ളതുകൊണ്ടും കുറച്ച് റൈസ് കൂടുതൽ വയ്ക്കുന്നതുകൊണ്ട് 4 നാരങ്ങ ചേർത്തിട്ടുണ്ട്. ആ നാരങ്ങ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളപ്പിക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഈ ഒരു വെള്ളത്തിലേക്ക് ചേർക്കുന്നുണ്ട്. 1.5 കിലോ മന്തിയരിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്ന് കഴുകിയിട്ട് 1 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ടാണ് ഈ ഒരു തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. റൈസ് ഒരു 1/4 ഭാഗം വെന്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ അതിലിരുന്നിട്ട് വെന്തോളും. അപ്പോൾ റൈസ് ആയിട്ടുണ്ട്. അതൊരു കണ്ണാപ്പയിലേക്ക് ഒന്ന് കോരി മാറ്റുന്നുണ്ട്. മന്തിയരി ആയതുകൊണ്ട് ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോകുന്ന പ്രശ്നമൊന്നുമില്ല. ബസ്മതി അരി എടുക്കുകയാണെങ്കിൽ ഒരു പകുതി വേവിൽ ഊറ്റിയിട്ട് വേണം ഈ ഒരു മന്തി റെഡിയാക്കി എടുക്കാനായിട്ട്. മട്ടൻ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. ആ പാത്രത്തിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
അതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 2 ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. അത്രേൻ്റെ ആവശ്യമില്ലായിരുന്നു. ഒരു ക്യാപ്സിക്കം ചെറുതാണെങ്കിൽ 2 എടുക്കാം, വലുതാണെങ്കിൽ ഒരു 1.5 ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതും നന്നായിട്ട് ഇതുപോലെ നല്ല പോലെ തന്നെ വഴറ്റിയെടുക്കണം. അതിലേക്ക് 3 തക്കാളി മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർക്കുന്നത്. ഇനി ഈ തക്കാളിയും ഈ ഉള്ളിയും ഇതെല്ലാം നന്നായിട്ട് വഴന്നിട്ട് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം, ആ പാകത്തിന് വരെ വഴറ്റിയെടുക്കാം. മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മട്ടൻ്റെ പീസെല്ലാം എടുത്ത് മാറ്റിയിട്ട് അതിലുള്ള ആ ഇഞ്ചിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ അതിൽ കുക്കായി ചേർന്നിട്ടുണ്ട്. ആ ഇഞ്ചിയും കുറച്ച് കുരുമുളകും മല്ലിയൊക്കെ അതിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്, അത് ഇതിൽ ചേർക്കുന്നില്ല. 1.5 ടീസ്പൂൺ മന്തി മസാലയാണ് ഈ ഒരു തക്കാളിയൊക്കെ വഴന്ന് വരുമ്പോൾ ചേർക്കേണ്ടത്. അത് നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോഴാണ് ചേർത്തിട്ടുള്ളത്. അതിലേക്ക് എരിവ് അനുസരിച്ചിട്ട് കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതേപോലെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. മട്ടൻ്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടങ്ങ് ഇളക്കി കൊടുക്കാം. ഉപ്പോ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള ആ ഗ്രേവി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് മല്ലിയും കുരുമുളകും ഒക്കെ നമ്മൾ വേവിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. കുരുമുളകിൻ്റെ പൊടിയും കുറച്ചുകൂടി ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് കുറച്ചൊന്ന് കോരി മാറ്റുന്നുണ്ട്. നമ്മൾ മന്തി റൈസ് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന എണ്ണ ഒന്ന് കോരി മാറ്റാം. ഞാൻ കുറച്ച് മട്ടൻ്റെ സ്റ്റോക്ക് ആ ഗ്ലാസ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ആ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാനാണ്, ഇതിലൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട് മസാല. ഇനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ആദ്യം പകുതി ഒന്നിട്ടിട്ട് ആ മട്ടൻ്റെ സ്റ്റോക്കും എണ്ണയും കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള റൈസും ചേർത്ത് കൊടുക്കാം. റൈസ് വെന്തു പോവാതെ ഈ ഒരു പാകത്തിന് തന്നെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മളിതൊരു 30 മിനിറ്റൊക്കെ ഇനിയും കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, ഒരുപാട് കുഴഞ്ഞു പോവും. അപ്പോൾ റൈസ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മന്തി മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ആ കോരി വെച്ചിട്ടുള്ള ഓയിലും സ്റ്റോക്ക് കൂടെ ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ റൈസിലേക്കൊക്കെ നന്നായിട്ട് ആ ഒരു മട്ടൻ്റെ ഫ്ലേവർ കിട്ടും. കുറച്ച് കളറൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, യെല്ലോ കളറും അതുപോലെ റെഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കളറ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളക് കൂടി ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിക്കുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ എരിവ് വേണമെങ്കിൽ ആ പച്ചമുളക് യൂസ് ചെയ്യാം. ചാർക്കോൾ കത്തിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഓയിലൂടെ ഒഴിച്ചിട്ട് ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിക്കുന്നത് ഈ വീഡിയോയിൽ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ്. ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്, ആ പുകയൊന്നും പുറത്തു പോകാതിരിക്കാനായിട്ട്. എന്നിട്ട് അടപ്പ് പാത്രം കൊണ്ട് അടച്ചു കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കുക്കറിൽ കുറച്ച് വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ഒന്ന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടും തന്നെ ആ ഒരു പുകയൊന്നും പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് കൂടെ കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ ഇങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കുന്നത്. നന്നായിട്ട് തന്നെ സ്റ്റീമൊക്കെ ആയിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. റൈസ് ഒട്ടും തന്നെ പൊട്ടിപ്പോവാതെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്, എന്നാൽ ഒരുപാട് ഉടഞ്ഞൊന്നും പോവാതെ തന്നെ വന്നിട്ടുണ്ട്. റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഒരു താഴെയുള്ള മസാലയൊക്കെ ഒന്നിച്ച് മിക്സാക്കി എടുത്താലും മതി. മട്ടൻ നന്നായിട്ട് തന്നെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു മന്തിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒപ്പം ചട്നിയും ഗാർലിക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാതിരുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്